അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പ്യുവർ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടൈറ്റിലും തമ്മിലും ഒക്കെ കണ്ട പോലെ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്ക് റെസിപ്പിയാണ് കേട്ടോ എന്ന് പറയുന്നത്. നമ്മളൊരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1.5 സ്പൂണോളം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ബൗളിലേക്ക് 2 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ലേശം വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 2 ബൗള്. അപ്പോൾ പിന്നെ ഈ ഒരു മുട്ട ഇട്ട ആ ഒരു മിക്സ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മളിത് വിസ്കർ വെച്ചിട്ട് ഈ ഒരു മിക്സ് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഈ 2 മിക്സും കൂടി യോജിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് കുത്തി ഇളക്കി എടുക്കാൻ പാടില്ല, ഒരു പതുക്കെ ഒരു മയത്തിൽ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിക്കതായി ഈ ഒരു ബാറ്റർ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പരത്തി കൊടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പാക്കി എടുക്കാൻ മാത്രമേ പാടുള്ളൂ. ദോശ പോലെ നമ്മൾ പരത്തി കൊടുക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് മറിച്ചിടുകയും ചെയ്യണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോവും. ഇത് പെട്ടെന്നാവും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാൻ കേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഉണ്ടാക്കുന്ന ഒരു 6 പാൻ കേക്കിൻ്റെ ഒരു അളവിലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മൈദയും ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആയാലും ഒരുപാട് ലൂസായിട്ട് പാടില്ല, ലേശം തിക്കായിട്ട് വേണം. പിന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിലും ഒരുപാട് ഹൈ ആക്കി വെക്കരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അടി മൊത്തം കരിഞ്ഞു പോവും. ഇത് പെട്ടെന്ന് ആവും. ഒരുപാട് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സമയമൊന്നും ഇത് പിടിക്കില്ല. ഇത് ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാൻ കേക്കാണ് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് പാൻ കേക്ക് ഉണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മേലെ യൂസ് ചെയ്തത് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് ഹണി വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാപ്പിൾ സിറപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഈ ഹണിയും ചോക്ലേറ്റ് സിറപ്പായിരുന്നു. അപ്പോൾ നമ്മളതാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്കിൻ്റെ റെസിപ്പി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.